CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സംസ്ഥാന സമ്മേളനം ഏകകണ്ഠമായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തു. ഔദ്യോഗിക പക്ഷമല്ലാത്ത കൂടുതൽ പേർ ഇത്തവണയും സംസ്ഥാന കൗൺസിലിൽ നിന്നും പുറത്തായി. സമ്മേളനത്തിൽ നിന്ന് പാർട്ടി വിലക്കിയെന്നാരോപിച്ച KE ഇസ്മായിൽ പൊതുസമ്മേളന വേദിയിലെത്തി. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ബിനോയ് വിശ്വത്തിനെതിരായും രൂക്ഷമായ വിമർശനങ്ങൾ സമ്മേളന വേദിക്കകത്ത് ഉയർന്നു കേട്ടെങ്കിലും സെക്രട്ടറി സ്ഥാനത്തേക്ക് മറിച്ചൊരു പേര് ഉണ്ടായില്ല. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ബിനോയ് വിശ്വം സമ്മേളനത്തിലൂടെ വീണ്ടും പാർട്ടിയുടെ അമരത്തേക്ക്. ഡിസംബറിലാണ് CPI സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം എത്തുന്നത്. 2 വർഷം അടുക്കുമ്പോൾ പാർട്ടിയെ പൂർണ്ണമായും ഔദ്യോഗിക പക്ഷത്തേക്ക് നിലയുറപ്പിക്കാനായി. സെക്രട്ടറി സ്ഥാനത്തേക്ക് മറുപേരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ. ഉത്തരവാദിത്വം പുതിയതല്ല, പക്ഷേ ഈ ഉത്തരവാദിത്തത്തിന് പ്രത്യേകത്തിൽ ഒരു പ്രാധാന്യത്തിന് അപ്പുറത്തുള്ളൊരു മഹത്വമുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ ആഴവും അർത്ഥവും മഹത്വവും വൈബല്യവും ചുമതലാബോധവും എല്ലാം എന്നെ ചുമതലാബോധം ഇനിയും വേണം എന്ന് പഠിപ്പിക്കുന്നു. കൂടുതൽ വിനയമുണ്ടാകുന്ന പഠിപ്പിക്കുന്നു. അതെനിക്കുണ്ട്. ഔദ്യോഗിക പക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്നവരെ വെട്ടിനിരത്തിയാണ് CPI സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നത്. ഇടുക്കിയിലെ പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്ന KK ശിവരാമനാണ് ഒഴിവാക്കപ്പെട്ടവരിൽ പ്രമുഖൻ. AITUC തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാർ, പ്രസിഡന്റ് സോളമൻ വെട്ടുകാട് എന്നിവരെയും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. ചാത്തന്നൂർ MLA GS ജയലാലിനെ ഇത്തവണയും തഴഞ്ഞു. കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിൽ കടുത്ത അതൃപ്തിയിലാണ് മീനാങ്കൽ കുമാർ. തനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ CPIയിൽ നിന്ന് പലർക്കും രാജിവെച്ച് പോകേണ്ടി വരുമെന്ന് മീനാങ്കൽ കുമാർ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ജനപ്രതിനിധികളുമായി എല്ലാം നിൽക്കുന്ന ആളുകൾ ഒരു ചില സമീപനങ്ങളിൽ പറയാനുണ്ട്. ഞാൻ ചിലതെല്ലാം പറഞ്ഞാൽ ചില ആളുകളെല്ലാം ചില സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകും. ഇപ്പോൾ ഒരാൾ ഒരു വർഷത്തെ ജയിൽവാസം അനുഭവിച്ച് വീട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. പ്രായപരിധി ആയിട്ടില്ലെങ്കിലും ഒഴിവാക്കിയതിൽ പരാതിയില്ലെന്ന് KK ശിവരാമൻ പറഞ്ഞു. പുതിയവരും പഴയവരും ചേരുന്ന ആളെ കൗൺസിൽ എന്ന് പറയുന്നത്, അതുകൊണ്ട് അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, പരാതിയും പരിഭവവും ഇല്ല. നേതൃത്വവുമായി ഭിന്നതയിലുള്ള ES ബിജിമോളെയും സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മഹിളാ സംഘം സെക്രട്ടറി എന്ന നിലയിൽ കൗൺസിലിൽ പ്രതിനിധിയാവേണ്ടയാളാണ് ബിജിമോൾ. പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ കൗൺസിലിലേക്ക് ബിജിമോളെ തിരിച്ചെടുക്കാം എന്ന നിലപാടിലാണ് നേതൃത്വം. പഴയവർ മാറിയാലേ പുതിയവർക്ക് ഇടമുണ്ടാകൂ എന്നാണ് ഒഴിവാക്കലുകളോട് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. അതൊരു ദുഃഖകരമായ അവസ്ഥയാണ്. ജില്ലാ ഡെലിഗേറ്റ്സ് കൂടുമ്പോഴത്തേക്കും പുതിയ ആൾക്കാർ വരണമെങ്കിൽ ചിലത് മാറണം. അപ്പം ഞാൻ ഇന്ന് വന്ന് നാളെ ഞാൻ മാറേണ്ടി വരും. പ്രായപരിധി കടന്നതിനാൽ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ, KR ചന്ദ്രമോഹൻ, CN ജയദേവൻ, V ചാമുണ്ഡി എന്നിവരെയും CPI സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ PK രാജു, AS റൈസ് എന്നിവരെ കാൻഡിഡേറ്റ് അംഗങ്ങളായി സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തി. പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നും 2 പേരും കൊല്ലത്ത് നിന്ന് 3 പേരും പുതിയതായി കൗൺസിലിലെത്തി. പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചെന്നും സമവായമുണ്ടാക്കൽ മോശം കാര്യമല്ല എന്നുമായിരുന്നു പൊതുചർച്ചയിൽ ബിനോയ് വിശ്വത്തിന്റെ മറുപടി. KE ഇസ്മായിൽ പാർട്ടി വേദിയിലിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണെന്ന കടുത്ത വിമർശനവും ബിനോയ് വിശ്വം ഉയർത്തി. വിമർശനത്തിനും അവഗണനയ്ക്കുമിടെ KE ഇസ്മായിൽ സമാപന സമ്മേളനത്തിന്റെ വേദിയിലെത്തി. പാർട്ടിയുടെ സമ്മേളന വേദിയിൽ മിതത്വം പാലിച്ച് വിമർശനങ്ങൾ ഒഴിവാക്കിയായിരുന്നു പ്രതികരണം. എന്തോ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ സെക്രട്ടറിയല്ലേ പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ശേഷം പിന്നെന്താണ് ഞാൻ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല. പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ പ്രവർത്തിക്കൂല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ ആലപ്പുഴയുടെ മണ്ണിൽ CPI സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ ഉയരുന്നത് വെട്ടിനിരത്തിലും പുതിയ ബലപരീക്ഷണവും താങ്ങാൻ കഴിയുമോ CPIക്ക് എന്ന ചോദ്യം കൂടിയാണ്. അർജുൻ രാജിനും ക്യാമറമാൻമാരായ അരുൺ ഹൂനികനും രതീഷ് കട്ടലയ്ക്കൊപ്പം മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം.